നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ, വിവാഹം, പഠനം, ബിസിനസ്, ധനസ്ഥിതി എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആകാശത്തിൽ നുകത്തിൻ്റെ ആകൃതിയിൽ വെട്ടിത്തിളങ്ങുന്ന 4 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകം നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ കേതുവാണ്. മകം ഊൺനാളല്ലാത്തതുകൊണ്ട് യാതൊരു ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല. എന്നാൽ പിതൃകർമ്മങ്ങൾ, വിവാഹം, യുദ്ധം എന്നിവയ്ക്ക് നല്ലതാണ്. മകം പിറന്ന മങ്ക എന്ന ചൊല്ലുപോലെ മകം സ്ത്രീകൾക്ക് നല്ലതാണ്. മകം നക്ഷത്രക്കാർ തികഞ്ഞ ദൈവവിശ്വാസികളായിരിക്കും. എന്നാൽ നല്ല പാരമ്പര്യ സിദ്ധാന്തങ്ങളെ അവൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. സൗമ്യമായ സ്വഭാവക്കാരായിരിക്കും. ഇവർ ക്ഷിപ്രകോപികളുമായിരിക്കും. ഉള്ളത് തുറന്നു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ്. അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരായിരിക്കുകയില്ല. മുതിർന്നവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരുടെ വാത്സല്യം എപ്പോഴും ഇവർക്കുണ്ടാകും. നല്ല രീതിയിലുള്ള ശരീരബലത്തോടു കൂടിയവരായിരിക്കും ഇവരിലധികവും. സരസത പോലെ വിരസതയും ഇവരിലധികം പേർക്കും ഉണ്ടാകാറുണ്ട്. ധൃതി പിടിച്ചുള്ള പ്രവർത്തന ശൈലിയായിരിക്കും ഇവരുടേത്. അഭിമാനികളും ഹൃദയവിശാലതയുള്ളവരും നിസ്വാർത്ഥരും ആരെയും വകവയ്ക്കാത്ത പ്രകൃതക്കാരുമായിരിക്കും ഇവർ. സ്വന്തം പ്രയത്നം കൊണ്ടുള്ള ഉയർച്ചയായിരിക്കും ഇവർക്കുണ്ടാകുക. ഞാനെന്ന ഭാവം ഇവർക്കുണ്ടായിരിക്കും. സാഹിത്യവാസനയും സാംസ്കാരികതയും അടിയുറച്ച ദൈവവിശ്വാസവും ഉറച്ച മനസ്സും ഇക്കൂട്ടർക്കുണ്ടായിരിക്കുന്നതാണ്. ജീവിത പങ്കാളിയോട് അതിരുകവിഞ്ഞ സ്നേഹപ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല. സ്ഥിരമായ അഭിപ്രായം ഏതു കാര്യത്തിലും ഇവർ പ്രകടമാക്കും. 24 വയസ്സ് മുതൽ 30 വയസ്സുവരെ ദുരിതാനുഭവങ്ങൾ ഇവർക്ക് വർദ്ധിക്കും. മകം നാളുകാരുടെ വിവാഹ ജീവിതം പൊതുവെ സംതൃപ്തകരമാണെങ്കിലും ചിലരുടെ ജാതകവശാൽ 7ാം ഭാവാധിപൻ ശനി ആയതുകൊണ്ട് ഇവരുടെ വിവാഹ ജീവിതവും മറ്റുള്ളവരുമായുള്ള സഹവർത്തിത്വവും അത്ര നല്ല രീതിയിലായിരിക്കുകയില്ല. ഭാര്യയുടെ രോഗവും വിപരീത സ്വഭാവവും വിവാഹ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കാറുണ്ട്. ഇവർക്ക് മാതൃഗുണം കൂടുതലായിരിക്കും. ശത്രുക്കളോട് യാതൊരു കാരുണ്യവുമില്ലാതെ പെരുമാറുന്നവരുമായിരിക്കും. മകം നാളിൻ്റെ ആദ്യത്തെ കാൽഭാഗത്തിന് ഗണ്ഡാന്തം എന്നൊരു ദോഷമുണ്ട്. ഈ പാദത്തിൽ ജനിക്കുന്ന വ്യക്തികൾ വലിയ ത്യാഗികളായിരിക്കും. സ്വന്തം ജീവിതം പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രകൃതക്കാരായിരിക്കും. എരിവിലും പുളിയിലും താല്പര്യമുള്ളവരുമായിരിക്കും ഇവരിലധികം പേരും. ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രട്ടാതി, രോഹിണി എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും മകം നക്ഷത്രക്കാർ ഉപേക്ഷിക്കേണ്ടതാണ്. വ്യാഴം, ചൊവ്വ, ആദിത്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ അനുയോജ്യമായ പരിഹാരം ചെയ്യണം. കറുപ്പു നിറം പരമാവധി ഒഴിവാക്കുകയും വേണം. ശാസ്താവിന് നീരാഞ്ജനം, വിഷ്ണുവിന് പാൽപ്പായസം എന്നീ വഴിപാടുകൾ സ്ഥിരമായി ചെയ്യണം. കേതുദശയിലാണ് ജനനം. തുടർന്ന് ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വാദശ 7 വർഷം, രാഹുർദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം എന്നിങ്ങനെ പോകുന്നു ദശാകാലങ്ങൾ. സ്ത്രീകൾക്ക് 20 മുതൽ 21 വിവാഹം നടക്കണം. പുരുഷന്മാർക്ക് 25 വയസ്സിലും വിവാഹയോഗം കാണുന്നു. അനുകൂല ദിനങ്ങൾ ചൊവ്വ, ഞായർ. അനുകൂല തീയതികൾ 7, 17, 25. ഭാഗ്യരത്നം വൈഡൂര്യം. ഭാഗ്യനിറം വെള്ള, ഓറഞ്ച്, വയലറ്റ്.